3 ദിവസങ്ങളായി നടന്നുവന്ന ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. വിവിധ കലാകായിക മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമാപന സമ്മേളനത്തിൽ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. യുവജനങ്ങളുടെ കലാകായിക അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ സഹകരണത്തോടെ ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് 3 ദിവസങ്ങളായി നടത്തിവന്ന കേരളോത്സവത്തിന് സമാപനം കുറിച്ചു. അണക്കര മോൺഫോർട്ട് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ ഉണ്ടാകണമെന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ. എല്ലാ വർഷത്തെയും പോലെ സൃഷ്ടിച്ചാണ് ഈ വർഷം കഴിഞ്ഞ വർഷത്തിനേക്കാൾ സൃഷ്ടിച്ചു പോയി. ഈ വർഷത്തെ പലതിലും മത്സരിക്കാൻ പോലും ആളില്ലാതിരുന്ന ഒരവസ്ഥയാണിത്. കാലാവസ്ഥയൊക്കെ കാര്യം നന്നായിരുന്നു എങ്കിലും ആ കുറവ് വരും വർഷങ്ങളിൽ നികത്തി യുവജനങ്ങൾ മറ്റ് സംഘടനകളും യുവജന ക്ലബ്ബുകളും എല്ലാം മുന്നോട്ട് വന്നിറങ്ങണമെന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ. കേരളോത്സവത്തിൽ കായിക മത്സരങ്ങളിലും കലാമത്സരങ്ങളിലും ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ ടീമുകൾക്കുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും യോഗത്തിൽ വെച്ച് വിതരണം ചെയ്തു. കലാപ്രതിഭ, കലാതിലകം പുരസ്കാരങ്ങളും ചടങ്ങിൽ സമ്മാനിച്ചു. വിവിധ കലാകായിക മത്സരങ്ങളിൽ വ്യക്തിഗത മെഡലുകൾ നേടിയവർക്കുള്ള മെഡലുകളും വിതരണം ചെയ്തു. സമാപന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വത്സമ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പി.ടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി റോയ്, മെമ്പർമാരായ പി.കെ. രാമചന്ദ്രൻ, അമ്മിണി ഗോപാലകൃഷ്ണൻ, റീന വിനോദ്, അന്നക്കുട്ടി വർഗീസ്, ബി.ജെ. രാജപ്പൻ, സൂസൻ മാത്യു, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനിൽകുമാർ SL തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അണക്കര.